പിയാനും യോനിങ്ങും കൂടി ബിങ്ഷുവിനെയും ഷാവോയെയും ഡ്രീം ദേവതയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവർ എത്തിപ്പെട്ട സ്ഥലത്തെ മിക്കവാറും ഭാഗങ്ങളെല്ലാം കണ്ണാടി കൊണ്ട് നിർമ്മിച്ചതായിരുന്നു. ഡ്രീം ദേവത ആദ്യം അതിൽ ഒരു കണ്ണാടിയിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ബിങ്ഷുവും ഷാവോയും അവരെ മാറി മാറി അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും കുറേ കണ്ണാടികൾ പൊട്ടിയതല്ലാതെ അവർക്ക് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല. അവർ ഒരു കണ്ണാടിയിൽ നിന്ന് അടുത്തതിലേക്ക് മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ട്രിക്കുകളൊക്കെ അവസാനിപ്പിച്ച് ശരിക്കും തങ്ങൾക്ക് മുന്നിലേക്ക് വരാൻ ഷാവോ അവസാനം വിളിച്ച് പറയുന്നുണ്ട്. അങ്ങനെ അവർ അവിടെ ഉണ്ടായിരുന്ന വലിയൊരു കണ്ണാടിയിലേക്ക് എത്തുന്നു. അനുവാദമില്ലാതെ അവരെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നതിന് ഡ്രീം ദേവത പിയാനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ബിങ്ഷുവിനെ പേടിച്ചാണ് ഇങ്ങനെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞ് പിയാൻ സോറി പറഞ്ഞെങ്കിലും അങ്ങനെയല്ല, ദേവതയെ നശിപ്പിക്കാൻ സഹായിക്കുകയായിരുന്നു അവളുടെ ഉദ്ദേശമെന്ന് പറഞ്ഞ് യോനിങ് അവൾക്ക് പാര വയ്ക്കുന്നുണ്ട്. ഇങ്ങനെ ഇവർ പരസ്പരം തിരിഞ്ഞപ്പോൾ അവ തമ്മിൽ ഫൈറ്റ് ചെയ്യാനും വിജയിക്കുന്ന ആളിനോട് മാത്രം ക്ഷമിക്കാമെന്നും ദേവത പറയുന്നു. എന്നിട്ട് അവർ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും തമ്മിൽ ഫൈറ്റ് തുടങ്ങുന്നു. പിയാൻ തന്നെയാണ് ജയിച്ച് നിൽക്കുന്നത്. തോക്കും എന്ന സിറ്റുവേഷൻ എത്തിയപ്പോൾ യൂനിങ് ഒരു തന്ത്രം പ്രയോഗിക്കുന്നു. അവൾ പിയാനെ ചേച്ചി എന്ന് വിളിച്ച് അവളോട് കെഞ്ചുന്നുണ്ട്. അത് കേട്ടപ്പോൾ പിയാൻ്റെ മനസ്സ് സോഫ്റ്റായിട്ട് യൂനിങ്ങിനെ സ്വതന്ത്രമാക്കുന്നു. പക്ഷേ ആ തക്കത്തിന് യൂനിങ് ഒരു പൊട്ടിയ ഗ്ലാസ് കൊണ്ട് അവളെ കൊല്ലാൻ നോക്കുന്നുണ്ട്. തക്ക സമയത്ത് ഷാവോ സൂചന നൽകുന്നതിനാൽ പിയാൻ ഒഴിഞ്ഞു മാറി യൂനിങ്ങിനെ തിരിച്ചടിക്കുന്നു. ആ ആക്രമണത്തിൽ യൂനിങ് കൊല്ലപ്പെടുന്നുണ്ട്. അതോടെ ഡ്രീം ദേവത വീണ്ടും അങ്ങോട്ടേക്ക് എത്തുന്നു. ബിങ്ഷുവിന് അവരെ തോൽപ്പിക്കാനാണല്ലോ ആഗ്രഹം. അതേപോലെ ഷാവോയ്ക്ക് ഹോങ്ങയെ കാണണമെന്നാണ് ആഗ്രഹം. രണ്ടുപേരുടെയും ആഗ്രഹം ഒരുമിച്ച് സാധിച്ചു തരാമെന്ന് പറഞ്ഞ് അവർ വീണ്ടും അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ സ്ഥാനത്ത് ഹോങ്ങയെ എത്തുകയും ചെയ്യുന്നു. അവൻ പക്ഷേ ഡ്രീം ദേവതയുടെ കൺട്രോളിലായിരുന്നതിനാൽ ഷാവോ വിളിച്ചിട്ടൊന്നും മൈൻഡ് ചെയ്യാതെ ബിങ്ഷുവുമായി ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ഹോങ്ങയെ ബിങ്ഷുവിനെ കൊല്ലും എന്ന് തോന്നിയപ്പോൾ ഷാവോ അവരുടെ ഇടയിലേക്ക് കയറുന്നുണ്ട്. അവളെ കണ്ട് അവൻ പെട്ടെന്ന് സ്വയം നിയന്ത്രിക്കുന്നുണ്ടെങ്കിലും അത് ഒരു നിമിഷത്തേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവളെ തട്ടിമാറ്റി ഒരു സൈഡിലേക്ക് എറിഞ്ഞിട്ട് അവൻ വീണ്ടും ബിങ്ഷുവിനെ അറ്റാക്ക് ചെയ്യാനായി തുടങ്ങുന്നു. ഷാവോ ഉറക്കെ വിളിച്ചു കൂവിയത് കാരണം ആ ഇടി ബിങ്ഷുവിൻ്റെ മുഖത്ത് കൊള്ളിക്കാതെ തറയിലാണ് അവൻ ഇടിച്ചത്. അങ്ങനെ തൽക്കാലം ബിങ്ഷു രക്ഷപ്പെടുന്നുണ്ട്. ഹോങ്ങയെ എഴുന്നേറ്റ് മാറുകയും ചെയ്യുന്നു. ഷാവോ അവൻ്റെ അടുത്തേക്ക് എന്നിട്ട് അവനെ വിളിക്കുന്നു. അവളെ തിരിച്ചറിയുന്നുണ്ടെങ്കിലും കുറച്ച് സമയത്തേക്ക് മാത്രമാണ് അതുമുണ്ടായിരുന്നത്. ആ ഒരു തിരിച്ചറിയൽ കാരണം അവൻ ബ്ലഡ് വൊമിറ്റ് ചെയ്യുന്നുണ്ട്. അവൻ ഇപ്പോഴും ഇങ്ങനെ സ്വബോധത്തിലേക്ക് എത്താൻ വേണ്ടി റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്നത് ഡ്രീം ദേവതയെക്കുറിച്ച് അത്ഭുതപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ഹോങ്ങയെ അധിക സമയം അവിടെ നിൽക്കാതെ അവിടെ നിന്ന് വേഗം പോകുന്നു. ഷാവോയ്ക്ക് അവനോടൊന്ന് ചോദിക്കാനോ പറയാനോ ഒന്നുമുള്ള ടൈം കിട്ടിയിരുന്നില്ല. ബിങ്ഷു ഇപ്പോൾ രക്ഷപ്പെട്ടെങ്കിലും ജീവനോടെ അവിടെ നിൽക്കണമെങ്കിൽ തൻ്റെ ആളായി മാറി തനിക്ക് വേണ്ടി ജോലി ചെയ്യണമെന്ന് ഡ്രീം ദേവത ആവശ്യപ്പെടുന്നു. ബിങ്ഷു ആണെങ്കിൽ അത് സമ്മതിക്കാതെ എതിർക്കുന്നുണ്ട്. അവർ ഉടനെ 2 വിഷച്ചിലന്തികളെ പിയാനെ കൊണ്ട് അവൻ്റെയും ടാനറുടെയും മേൽ പ്രയോഗിക്കുന്നു. ആ 2 ചിലന്തികൾ പരസ്പരം കണക്റ്റഡ് ആണ്. അതുകൊണ്ട് അവരിൽ ഒരാൾ അനുഭവിക്കുന്ന ആൾ മറ്റേയാളും അനുഭവിക്കേണ്ടി വരും. ഇനി ടാനർ എന്ത് വേദന അനുഭവിച്ചാലും അത് ബിങ്ഷുവിന് അറിയാൻ പറ്റും. വെറുതെ അവളെ കഷ്ടപ്പെടുത്താതെ ഇപ്പോൾ തന്നെ അടിയറവ് പറയുന്നതാണ് നല്ലതെന്ന് ദേവത പറയുന്നുണ്ടെങ്കിലും ബിങ്ഷു അതിന് തയ്യാറാവുന്നില്ല. ടാനറും ഇതെല്ലാം സഹിക്കും എന്നവൻ പറയുന്നു. അങ്ങനെ അവനെ തടവിലാക്കാനായി പിയാനൊപ്പം പറഞ്ഞയച്ചിട്ട് ദേവത ഷാവോയുടെയും ദാലിയുടെയും നേർക്ക് തിരിയുന്നു. ഈ സമയത്ത് ഷാവോയെ ഞെട്ടിച്ചുകൊണ്ട് ദാലി അവളുടെ സെർവൻ്റ് ആകാൻ സമ്മതമാണ് എന്ന് അറിയിക്കുന്നു. ഷാവോയ്ക്ക് അത് വലിയൊരു ഷോക്കായിരുന്നു. ദാലി പക്ഷേ അവളെ മൈൻഡ് ചെയ്യാതെ ദേവതയെ തന്നെ നോക്കിയിരിക്കുകയാണ്. ഇനി ഷാവോയുടെ ചാൻസാണ്. ഹോങ്ങയുടെ പോയിസൺ മാറ്റി അവനെ സ്വതന്ത്രമാക്കണമെന്ന് ആണ് ഷാവോ ആവശ്യപ്പെട്ടത്. അതിന് പകരമായിട്ട് കുൻലുൻ മിററിൻ്റെ ഭാഗങ്ങൾ കണ്ടെത്തി യൂലിസ്പ്രിംഗ് കണ്ടെത്താൻ അവരെ സഹായിക്കാം എന്നും അവൾ പറയുന്നു. പക്ഷേ അവൾ പറയുന്നത് ദേവതയ്ക്ക് അത്ര വിശ്വാസം വരുന്നില്ല. മാത്രമല്ല അവൾക്ക് അതിനുള്ള കഴിവുണ്ടോ എന്ന് അറിയണമല്ലോ. അതുകൊണ്ട് ആദ്യം ബാക്കിയുള്ളവരെ പോലെ എല്ലാവരും പങ്കെടുക്കുന്ന ആ ടെസ്റ്റിൽ പങ്കെടുത്ത് പാസ്സായാൽ അവൾ പറയുന്നത് വിശ്വസിക്കാം. അതിനുശേഷം ഹോങ്ങയെപ്പറ്റി സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ദേവത അവിടെ നിന്ന് പോകുന്നു. നേരത്തെ ബിങ്ഷു ടാനറുടെ സഹായത്തോടെ ആ പ്രദേശത്തിൻ്റെ ജീർണിച്ച രൂപം എല്ലാവരെയും കാണിച്ചിരുന്നല്ലോ. ഇപ്പോഴത് ആദ്യം ഉണ്ടായിരുന്നത് പോലെ ആവുന്നുണ്ട്. ഷാവോയെയും ദാലിയെയും അവിടുത്തെ മറ്റൊരു അസിസ്റ്റൻ്റ് ബാക്കി പെൺകുട്ടികളുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. ദാലി ഈ സമയത്തൊന്നും ഷാവോയുടെ മുഖത്തേക്ക് നോക്കുന്നതേയില്ല. ഷാവോയ്ക്കാണെങ്കിൽ ദാലിയുടെ ഈ മാറ്റം വിശ്വസിക്കാനാവാതെ അവളെ അമ്പരപ്പോടെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. പക്ഷേ ദാലി എന്തെങ്കിലും ചോദിക്കാൻ അവൾക്ക് മുഖം നൽകുന്നില്ല. നേരത്തെ ബിങ്ഷു അവിടെ എത്തിയതുകൊണ്ടാണ് ആ പ്രദേശം അങ്ങനെ ഒരു മാറ്റം നേരിട്ടത്. ഇപ്പോൾ ഡ്രീം ദേവത അതെല്ലാം പഴയതുപോലെ ആക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഇനി ആരും ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. തൽക്കാലം എല്ലാവരും അവിടെ സ്റ്റേ ചെയ്യണം. ടെസ്റ്റിൻ്റെ സമയമാകുമ്പോൾ അറിയിച്ചോളാം എന്നൊക്കെ ആ അസിസ്റ്റൻ്റ് അവിടെ നിൽപ്പുണ്ടായിരുന്ന പെൺകുട്ടികളോട് എല്ലാവരോടുമായി പറയുന്നു. അതിനുശേഷം അവരോട് അവിടെയുള്ള മുറികളിൽ പോയി താമസിച്ചോളാൻ പറയുന്നുണ്ട്. ദാലിയെയും അവരുടെ കൂടെ അയക്കുന്നു. ഷാവോയോട് മാത്രം അവിടെ നിൽക്കാൻ പറയുന്നുണ്ട്. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഷാവോയെ ആ ഗാർഡനിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ട് അവിടെയുള്ള ചെടികൾക്കെല്ലാം വെള്ളമൊഴിക്കാനുള്ള ടാസ്ക് ആ അസിസ്റ്റൻ്റ് ഏൽപ്പിക്കുന്നുണ്ട്. നേരത്തെ അവിടെ നിന്ന് വെള്ളമൊഴിച്ചുകൊണ്ടിരുന്ന ആ പ്രായമുള്ള സ്ത്രീ എവിടെയെന്ന് ഷാവോ അന്വേഷിക്കുന്നു. ശരിക്കും അവർക്കത്ര പ്രായമൊന്നുമില്ല. അവരും നിൻ്റെ അതേ പ്രായം തന്നെയാണ്. ചെടികൾക്ക് വെള്ളമൊഴിക്കുന്ന ഈ ജോലി കാരണം അവരുടെ ആയുസ് പെട്ടെന്ന് തീർന്നു പോയതാണ്. ഇപ്പോൾ അവർ ഈ ചെടികൾക്ക് വളമായി മാറിക്കഴിഞ്ഞുവെന്ന് ആ അസിസ്റ്റൻ്റ് അറിയിക്കുന്നു.
അവർക്ക് പകരമായിട്ട് ഇനി ആ പൂക്കളെല്ലാം ദിവസവും നനയ്ക്കേണ്ടത് അവളുടെ ജോലിയാണ്. എല്ലാ ദിവസവും അത് മുഴുവൻ നനച്ചിട്ട് മാത്രമേ അവൾ റെസ്റ്റ് എടുക്കാൻ പാടുള്ളൂ എന്ന് അസിസ്റ്റൻ്റ് അറിയിക്കുന്നു. വെള്ളം കോരിക്കൊണ്ടുവരാനുള്ള പാത്രം ഷാവോ അന്വേഷിച്ചപ്പോൾ അവിടെ താഴെ കിടപ്പുണ്ടായിരുന്ന ചെറിയൊരു ജഗ് അവർ കാണിച്ചു കൊടുക്കുന്നു. അത് കയ്യിലെടുത്ത ശേഷം എവിടെയാണ് വെള്ളമുള്ളതെന്ന് അവൾ അന്വേഷിക്കുന്നുണ്ട്. കുറച്ച് ദൂരെയുള്ള മലമുകളിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് അവിടെ ചെറിയൊരു അരുവിയുണ്ട്, അവിടെ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് വന്ന് വേണം ഇതെല്ലാം നനയ്ക്കാമെന്ന് അസിസ്റ്റൻ്റ് അറിയിക്കുന്നു. അവർ പോയ ശേഷം ഷാവോ തൻ്റെ ജോലി തുടങ്ങുന്നു. അവിടെ ചെറിയൊരു വാട്ടർഫാൾസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് ആ ജഗ്ഗിൽ വെള്ളം ശേഖരിക്കാൻ തന്നെ അത്യാവശ്യം നല്ല സമയമെടുക്കും. പിന്നെ ആ കുഞ്ഞു പാത്രത്തിൽ എത്ര വെള്ളം കൊള്ളാനാണ്? ആകെ 1-2 ചെടികൾ നനയ്ക്കാനുള്ള വെള്ളം മാത്രമാണ് അതിലുണ്ടാവുക. അങ്ങനെ ഈ വെള്ളം കൊണ്ടൊഴിച്ചിട്ട് പിന്നെ തിരികെ വന്ന് വീണ്ടും കളക്ട് ചെയ്ത് വീണ്ടും ഓരോ ചെടികൾക്ക് കൊണ്ടൊഴിക്കുന്നത് ഷാവോയെ സംബന്ധിച്ച് വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു. പക്ഷെ ചെയ്തല്ലേ പറ്റൂ. അവൾ ആദ്യമൊക്കെ വളരെ ആവേശത്തോടെയും വാശിയോടെയും അത് ചെയ്യുന്നുണ്ട്. പക്ഷേ റെസ്റ്റില്ലാതെ ഇങ്ങനെ കുറേ സമയം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൾ ആകെ തളരുന്നു. പിന്നെ അവൾ ചുറ്റും നോക്കിയിട്ട് 2 കമ്പ് കണ്ടുപിടിച്ച് അത് തമ്മിൽ കൂട്ടിക്കെട്ടി ഒരു സ്റ്റാൻഡ് പോലെ ആക്കിയിട്ട് ആ ജഗ് അതിൽ ഹോൾഡ് ചെയ്ത് വെച്ച് അതിൽ വെള്ളം പിടിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ അതിൽ വെള്ളം നിറയുന്ന സമയം വരെ അവൾക്കൊന്ന് റെസ്റ്റ് ചെയ്യാനുള്ള ഗ്യാപ്പ് കിട്ടുന്നു. ആ സമയത്ത് ഹോങ്ങിയെ രക്ഷപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തോടെ തനിക്കറിയാവുന്ന ടെക്നിക്കുകളൊക്കെ അവൾ അവിടെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ബാക്കി സമയത്ത് വെള്ളം ഒഴിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വെള്ളം ഒഴിച്ച് വരുന്ന കൂട്ടത്തിലാണ് ഒരു പൂവിൽ മാത്രം താൻ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ വെള്ളത്തുള്ളികൾ ഇരിക്കുന്ന അവൾ ശ്രദ്ധിക്കുന്നത്. അവിടെ വെള്ളം ഒഴിച്ചോ ഇല്ലയോ എന്നൊക്കെ അവൾക്ക് ആകെ കൺഫ്യൂഷനായി പോകുന്നുണ്ട്. ഒഴിച്ചില്ല എന്നാണ് അവളുടെ ഓർമ്മ. ഡ്രീം ദേവത ഈ സമയം പിയാനുമായിട്ട് സംസാരിക്കുകയായിരുന്നു. നേരത്തെ അവർ ഒരു സ്പൈഡർ ചിലന്തിയെ ടാനറുടെയും ബിങ്ഷുവിൻ്റെയും ഉള്ളിൽ പ്ലാൻ ചെയ്തിരുന്നല്ലോ. ടാനർ അത് കാരണം വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ബിങ്ഷുവിനും അതേ ദിവസം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. വേദന സഹിക്കാൻ കഴിയാതെ ആകുമ്പോൾ അവൻ തനിയെ കീഴടങ്ങിക്കോളും. അതുകൊണ്ട് അവൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കണ്ട എന്ന് ദേവത പറയുന്നു. 1.5 മാസമായിട്ടും ഹോങ്ങിയെ പൂർണ്ണമായിട്ടും തൻ്റെ കൺട്രോളിലാവാത്തതിൻ്റെ ആശങ്കയും അവർ പങ്കുവയ്ക്കുന്നുണ്ട്. അധികം വൈകാതെ അവൻ പൂർണ്ണമായും തൻ്റെ കൺട്രോളിൽ വരും എന്നാണ് അവരുടെ പ്രതീക്ഷ. പൂക്കൾക്ക് വെള്ളമൊഴിച്ച് ക്ഷീണിച്ച ഷാവോ ഇടയ്ക്ക് ഒരിടത്തേക്ക് ഇരുന്ന സമയത്ത് അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ പാത്രത്തിൽ നിന്ന് കുറച്ച് വെള്ളം അവളുടെ കയ്യിലേക്ക് വീഴുന്നു. അങ്ങനെ ആ ബ്രേസ്ലെറ്റ് നനയുന്നുണ്ട്. പെട്ടെന്ന് അതിൽ നിന്ന് ഒരു ശബ്ദം പുറത്തു വരുന്നു. ആരാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാവാതെ ഷാവോ ചുറ്റും നോക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് തൻ്റെ കയ്യിൽ കിടക്കുന്ന ബ്രേസ്ലെറ്റാണ് ഈ കാര്യം പറയുന്നതെന്ന് അവൾക്ക് മനസ്സിലാവുന്നത്. പെട്ടെന്ന് അത് അവളുടെ കയ്യിൽ നിന്ന് അതിന് താഴേക്ക് പോയിട്ട് ഒരു ഇലയായി മാറുന്നുണ്ട്. അത് ശരിക്കും ഹോങ്ങിയുടെ പ്രൈമോഡിയൽ സ്പിരിറ്റാണ്. അവൻ തൻ്റെ ഉപബോധ മനസ്സിൻ്റെ ഒരു അംശം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മുമ്പ് അവളോട് പറഞ്ഞിരുന്നല്ലോ. അവളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. അതിനിങ്ങനെ തന്നോട് സംസാരിക്കാൻ കഴിയും എന്നൊക്കെ അറിഞ്ഞപ്പോൾ ഷാവോയ്ക്ക് അത്ഭുതമാവുന്നുണ്ട്. മാത്രമല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവൾക്കതൊരാശ്വാസവുമായിരുന്നു. പെട്ടെന്ന് തന്നെ അവൾ അതുമായിട്ട് നല്ല സൗഹൃദത്തിലാവുന്നുണ്ട്. പിയാൻ ഈ സമയം കുറച്ച് ഡ്രിങ്ക്സുമായിട്ട് ബിങ്ഷുവിൻ്റെ അടുത്തെത്തി അവനെ അന്വയിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ ബിങ്ഷു ഒരു കോംപ്രമൈസിനും തയ്യാറായിരുന്നില്ല. തൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാലും പ്രശ്നമില്ല എന്നുള്ള സ്റ്റാൻഡിലാണ് അവൻ. അത് മാത്രമല്ല പിയാൻ്റെ ബ്രദർ ഇങ്ങനെ ഡീമൻസിനെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് ജീവിതം മാറ്റിവെച്ചിട്ടുള്ള ഒരാളായിരുന്നല്ലോ. എന്നിട്ടും അവൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയി മാറിയത് എന്നവൻ ചോദിക്കുകയും ചെയ്യുന്നു. തൻ്റെ സഹോദരൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്നുള്ള കാര്യം പിയാൻ അപ്പോൾ പറയുന്നുണ്ട്. അവൾ ശരിക്കും അത് ഗസ് ചെയ്ത് പറഞ്ഞതായിരുന്നു. പക്ഷേ ബിങ്ഷുവിൻ്റെ മൗനം കണ്ടപ്പോൾ താൻ ഗസ് ചെയ്തത് കറക്റ്റാണ് എന്ന് അവൾക്ക് മനസ്സിലാവുന്നു. എങ്ങനെയാണ് ലുതോങ് മരിച്ചതെന്ന് അവൾ ചോദിക്കുന്നുണ്ടെങ്കിലും ബിങ്ഷു അതിനെക്കുറിച്ച് പറയാൻ തയ്യാറാവുന്നില്ല. തൻ്റെ സഹോദരൻ മരിക്കുന്ന സമയത്ത് അവൻ കൂടെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അതവൻ സമ്മതിക്കുന്നുണ്ട്. അത് പിയാനെ ദേഷ്യം പിടിപ്പിക്കുന്നു. അവൾ അവൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് നീ എന്നിട്ട് എന്താണ് എൻ്റെ ചേട്ടനെ സഹായിക്കാതിരുന്നത് എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട്. അവൻ മരിക്കുന്നതിന് മുമ്പ് നിന്നെ കണ്ടെത്തി നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ള ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിച്ചിരുന്നു. അതവൻ്റെ അവസാനത്തെ ആഗ്രഹമായിരുന്നുവെന്ന് ബിങ്ഷു ഈ സമയത്ത് പറയുന്നു. അത് കേട്ടതോടെ പിയാൻ കരഞ്ഞുകൊണ്ട് അവൻ്റെ കഴുത്തിലെ പിടിവിടുന്നുണ്ട്. ഇപ്പോൾ അവൻ തന്നെ കണ്ടെത്തിയെങ്കിലും ഇവിടെ നിന്ന് എങ്ങനെ രക്ഷിച്ചുകൊണ്ട് പോകാനാണെന്നും അവൾ ചോദിക്കുന്നു. ഞാൻ എന്തായാലും നിന്നെ ഇവിടെ നിന്ന് രക്ഷിക്കും. ഡ്രീം ദേവത ഇല്യൂഷൻസിൽ മാത്രമാണ് സ്ട്രോങ് ആയിട്ടുള്ളത്. ആ ഇല്യൂഷൻസിൽ നിന്ന് പുറത്തു കടത്തി അവരുടെ യഥാർത്ഥ രൂപം കണ്ടെത്താൻ സാധിച്ചാൽ അവരെ തോൽപ്പിക്കാൻ കഴിയും എന്ന് ബിങ്ഷു പ്രതീക്ഷയോടെ പറയുന്നുണ്ട്. പക്ഷേ പിയാൻ അത് വിശ്വസിക്കുന്നില്ല. അവൻ ഈ പറഞ്ഞതൊക്കെ ഡ്രീം ദേവതയെ എടുത്ത് റിപ്പോർട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. നിനക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു പ്രതീക്ഷ ഞാനാണ്. അതുകൊണ്ട് ഡ്രീം ദേവതയെ പറ്റി നിനക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്നോട് പറയുന്നതാണ് നിനക്ക് നല്ലത്. ഷാവോ പറഞ്ഞ് കുറച്ച് കഥയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അവർ ഏതോ ഒരു മനുഷ്യനുമായി പ്രണയത്തിലായി. അത് കാരണമാണ് അവരുടെ ഇമ്മോർട്ടാലിറ്റി നഷ്ടപ്പെട്ടത്. ഇപ്പോൾ യൂലി സ്പ്രിംഗ് അന്വേഷിക്കുകയാണ് എന്നൊക്കെ ഞാൻ കേട്ടു. ഇതെല്ലാം സത്യമാണോ എന്ന് അവൻ ചോദിക്കുന്നു. പിയാൻ എന്തായാലും ഡ്രീം ദേവതയുടെ കഥ അവനോട് പറയുന്നുണ്ട്. പറഞ്ഞു കേട്ടതുപോലെ തന്നെ ഡ്രീം ദേവത ആദ്യം ശരിക്കും ഒരു ഇമ്മോർട്ടലായിരുന്നു. പക്ഷേ ഭൂമിയിലെ ജീവിതത്തിൽ ആകൃഷ്ടയായി അവർ ഭൂമിയിലേക്ക് വരികയായിരുന്നു. ഇവിടെ വന്ന ഒരു മനുഷ്യനുമായി പ്രണയത്തിലാവുകയും ചെയ്തു. ആ മനുഷ്യന് വേണ്ടിയിട്ട് തൻ്റെ ഇമ്മോർട്ടാലിറ്റി നഷ്ടപ്പെടുത്താൻ ദേവതയ്ക്ക് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. അവർ മനസ്സോടെ ആ തീരുമാനം എടുത്തതായിരുന്നു. പക്ഷേ ഇവിടെ വന്ന അയാൾക്കൊപ്പം താമസിച്ച് അധികം കഴിയുന്നതിന് മുമ്പ് അയാൾക്ക് ഒരു പ്രത്യേക അസുഖം പിടിപെട്ടു. ദേവത തൻ്റെ കഴിവ് ഉപയോഗിച്ച് അയാളെ ട്രീറ്റ് ചെയ്യാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അയാൾ ആ അസുഖത്തിൽ നിന്ന് മോചിതനായില്ല.
അങ്ങനെ ഇരിക്കെയാണ് അയാളെ പരിശോധിച്ച ഒരു വൈദ്യൻ കുൻലുൻ മിറർ കണ്ടെത്തി യൂലി സ്പ്രിങ്ങിലേക്ക് പോയി ആ വെള്ളം കുടിച്ചാൽ മാത്രമേ അയാളെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്ന് ദേവതയോട് പറയുന്നത്. ഭർത്താവിനെ രക്ഷിക്കുന്നതിന് വേണ്ടി ദേവത ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച് ആ കുൻലുൻ മിററിൻ്റെ എല്ലാ ഭാഗങ്ങളും കണ്ടെത്തി അതിനെ ഒരുമിച്ചാക്കി യൂലി സ്പ്രിങ് കണ്ടെത്തി. എന്നിട്ട് അതിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് അയാളെ രക്ഷിക്കാനായി തിരികെ വന്നപ്പോൾ ഇമ്മോർട്ടൽസിനെ ബന്ധിക്കുന്ന ഒരു മാന്ത്രിക ചങ്ങല കൊണ്ട് അവർ ബന്ധിക്കപ്പെട്ടു. എന്നിട്ട് ആ യൂലി സ്പ്രിങ്ങിലെ വെള്ളം അവരുടെ ഭർത്താവ് അടിച്ചു മാറ്റിക്കൊണ്ട് പോവുകയായിരുന്നു. എന്നിട്ട് പിന്നീട് ഒരിക്കലും അയാൾ അങ്ങോട്ടേക്ക് വന്നിട്ടുമില്ല. പിന്നീടാണ് അറിയുന്നത് ഈ ദേവതയെ കൊണ്ട് യൂലി സ്പ്രിങ് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് അയാൾ പ്രയോഗിച്ച തന്ത്രമായിരുന്നു അയാളുടെ അസുഖവും വീക്ക്നെസ്സും ഒക്കെ എന്ന്. ശരിക്കും ആ യൂലി സ്പ്രിങ് കണ്ടെത്തി ആ വെള്ളം അവിടുത്തെ രാജാവിന് നൽകിയിട്ട് രാജാവിൻ്റെ മരുമകനാവുകയായിരുന്നു അയാളുടെ ലക്ഷ്യം. സത്യം പറഞ്ഞതോടെ ദേവത ആകെ തളരുന്നു. പിന്നെ ആ ഇമ്മോർട്ടൽസിനെ ബൈൻഡ് ചെയ്യാനുള്ള ഫോർമേഷൻ കാരണം അവരുടെ ശക്തികളെല്ലാം നഷ്ടപ്പെടാൻ തുടങ്ങുകയും ചെയ്യുന്നു. അവസാനം രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് സ്വന്തം ഹൃദയം എന്തോ മന്ത്രവിദ്യ ഉപയോഗിച്ച് ക്രിസ്റ്റലാക്കി മാറ്റേണ്ടി വന്നു. അങ്ങനെ അവർ ആ ഇമ്മോർട്ടാലിറ്റിയൊക്കെ ഉപേക്ഷിച്ച് ഒരു സ്പിരിറ്റായി മാറുകയായിരുന്നു. അങ്ങനെ സ്പിരിറ്റായി മാറിയതോടെ അവരെ ബന്ധിച്ചിരുന്ന ആ ചങ്ങലകളിൽ നിന്ന് അവർ സ്വതന്ത്രയാവുന്നു. അതിനുശേഷം തന്നെ ചതിച്ച അയാളുടെയും അയാളുടെ കുടുംബത്തിൻ്റെയും മുഴുവനും ഹൃദയം അവർ ചൂഴ്ന്നെടുക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു സ്പിരിറ്റായി മാറിയതുകൊണ്ട് തന്നെ 3 ലോകങ്ങളിൽ നിന്നും അവർ ഔട്ടാക്കപ്പെടുകയായിരുന്നു. അതോടെയാണ് ഇങ്ങനെ ഒരു ഇല്യൂഷൻ വേൾഡ് ഉണ്ടാക്കി അവർ ഇവിടെ സ്റ്റേ ചെയ്യാൻ തുടങ്ങിയത്. ഈ സംഭവം നടന്നിട്ട് 1000 വർഷങ്ങളായിരിക്കുന്നു. ഈ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് വെറും ഒരു സ്പിരിറ്റ് മാത്രമായ അവർക്ക് തൻ്റെ രൂപം നിലനിർത്തുന്നതിനും ശക്തി നിലനിർത്തുന്നതിനുമൊക്കെ വലിയ രീതിയിൽ മനുഷ്യരുടെ എസൻസ് ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ടാണ് അവരിങ്ങനെ പെൺകുട്ടികളെയൊക്കെ പിടിച്ചുകൊണ്ട് അവിടെ വരുന്നത്. അത് മാത്രമല്ല, ഇമ്മോർട്ടാലിറ്റി അന്വേഷിച്ച് ഈ ഐലൻഡിലേക്ക് ഒരുപാട് ആളുകൾ വരാറുണ്ട്. അവരെല്ലാം ദേവതയുടെ തോട്ടത്തിലെ ചെടികൾക്ക് വളമാവുകയാണ് ചെയ്യാറ് എന്നൊക്കെ പിയാൻ അവനോട് പറയുന്നു. അപ്പോൾ ഈ സെലസ്റ്റിയൽ ഐലൻഡ് എന്നുള്ള സങ്കല്പവും യൂലി സ്പ്രിങ്ങും ഒക്കെ വെറും കഥ മാത്രമാണോ? ഇതൊക്കെ ഡ്രീം ദേവത മനുഷ്യരെ പറ്റിക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന കെട്ടുകഥകളാണോ എന്ന് ബിൻഷു ചോദിക്കുന്നുണ്ട്. അങ്ങനെയല്ല, ശരിക്കും യൂലി സ്പ്രിങ് ഉണ്ട്. പക്ഷേ അത് കണ്ടെത്തണമെങ്കിൽ കുൻലുൻ മിററിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒരുമിച്ചാക്കണം. അത് വലിയ ബുദ്ധിമുട്ടുള്ള ജോലിയാണ്. ദേവതയുടെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ദേവതയ്ക്ക് അത് സാധിക്കുകയില്ല. ആ ഒരു ഉദ്ദേശത്തോടെ ഒരുപാട് ആൾക്കാരെ ദേവത ഈ കുൻലുൻ മിററിൻ്റെ ഭാഗങ്ങൾ കണ്ടെത്താനായി അയച്ചിട്ടുണ്ട്. പക്ഷെ ആർക്കും അതിന് സാധിച്ചിട്ടില്ല. 100 വർഷങ്ങൾക്ക് മുമ്പ് ഹോങ്ങിയയ്ക്ക് മാത്രമാണ് ആ മിറർ ഒരുമിച്ചാക്കാൻ സാധിച്ചത്. പക്ഷേ ഒരു പ്രിൻസസിനോടുള്ള പ്രണയം കാരണം അവൻ ആ മിറർ പ്രിൻസസിന് കൊണ്ട് നൽകിയിട്ട് അവൻ്റെ ജീവൻ വരെ നഷ്ടപ്പെടുത്തി. ഹോങ്ങിയെ ഇവിടേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദേവത അവിടുത്തെ ചക്രവർത്തിയുടെ സ്വപ്നത്തിൽ ചെന്ന് ഡീമൻസും മനുഷ്യരും തമ്മിലുള്ള ബന്ധം വഷളാക്കാൻ കൂടെ ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അവർ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഹോങ്ങിയെ ഇതുവരെ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് അവസാനം ഞങ്ങൾക്ക് നേരിട്ട് പോവേണ്ടി വന്നത്. ഞാൻ ഇത്രയൊക്കെ നിന്നോട് പറഞ്ഞത് ഇതെല്ലാം കേട്ടിട്ടെങ്കിലും നീ നിൻ്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറട്ടെ എന്ന് കരുതിയാണ് എന്നൊക്കെ പിയാൻ പറഞ്ഞു നിർത്തുന്നു. പക്ഷേ ബിൻഷുവിൻ്റെ തീരുമാനത്തിന് ഇപ്പോഴും ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, നീ ഇങ്ങനെ മനുഷ്യരെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ട് നീ മനുഷ്യനല്ല എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. നീ പിന്നെ ആരാണ്? ഡീമനാണോ സ്പിരിറ്റാണോ എന്നൊക്കെ ചോദിച്ച് അവൻ അവളെ കളിയാക്കുകയും ചെയ്യുന്നു. എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ദേവതയോട് ചോദിച്ച് നിനക്ക് 3 ദിവസത്തെ സമയം കൂടി നീട്ടി തരാൻ ശ്രമിക്കാം. അതിനുശേഷവും നിൻ്റെ തീരുമാനം ഇതുതന്നെയാണെങ്കിൽ എനിക്ക് പിന്നെ നിന്നെ സഹായിക്കാൻ കഴിയില്ല. നിന്നോടൊപ്പം ടാനറും ആ ചെടികൾക്ക് വളമായി മാറും എന്ന് പറഞ്ഞിട്ട് പിയാൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിയാൻ അത് കഴിഞ്ഞ് പോയത് ഗാർഡനിലേക്കായിരുന്നു. അവിടെ മുമ്പ് ചെടികൾക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്ന സ്ത്രീ മരിച്ചിരുന്നല്ലോ. അവർക്ക് വേണ്ടി മണ്ണിലേക്ക് ഒരു ഡ്രസ്സ് വെച്ചിട്ട് അവൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനുശേഷം തിരികെ മടങ്ങുമ്പോഴാണ് ഷാവോ ചെടികൾക്ക് വെള്ളം ഒഴിക്കുന്നത് അവൾ കണ്ടത്. ആ സമയത്ത് ടെസ്റ്റ് നടക്കാൻ പോവുകയാണ്. അതറിയാതെയാണ് ഷാവോ അവിടെ നിൽക്കുന്നത്. ടെസ്റ്റിൻ്റെ കാര്യം അവളോടാരും പറഞ്ഞിരുന്നില്ല എന്ന് പിയാൻ ചോദിച്ചപ്പോൾ മനസ്സിലാവുന്നു. അങ്ങനെ പിയാൻ അവളെയും കൂട്ടി ടെസ്റ്റ് നടക്കുന്നിടത്തേക്ക് പോകുന്നുണ്ട്. കിച്ചണിലാണ് അന്നത്തെ ടെസ്റ്റ് നടക്കുന്നത്. എല്ലാവരും അവരവർക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു ഐറ്റം കുക്ക് ചെയ്യണം. ഏത് ഐറ്റം വേണമെന്ന് തീരുമാനിച്ചാൽ അത് ഉറക്കെ വിളിച്ച് പറയാം. ഒരാൾ ചൂസ് ചെയ്ത ഐറ്റം പിന്നെ ആർക്കും ചൂസ് ചെയ്യാൻ പറ്റില്ല. ഇൻഗ്രീഡിയൻസ് ഒക്കെ അവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ആദ്യം ഐറ്റംസ് ചൂസ് ചെയ്യുന്നവർക്ക് അതിൽ നിന്ന് ആവശ്യമുള്ളത് എടുക്കാം. എന്തുണ്ടാക്കണമെന്ന് തീരുമാനിക്കാൻ ടൈം എടുക്കുകയാണെങ്കിൽ അവസാനം ഇൻഗ്രീഡിയൻസ് ഒന്നും കിട്ടണമെന്നില്ല. ആദ്യം വരുന്നവർ എല്ലാം കൈക്കലാക്കും. ടെസ്റ്റിന് സമയപരിധിയുമുണ്ട്. അതിനും അവിടെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ചെറിയ ടാങ്കിലേക്ക് ഇരുവശത്തു നിന്നും വെള്ളം വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ടാങ്ക് നിറഞ്ഞ് അതിലുള്ള സ്കെയിൽ പൊങ്ങി വരുമ്പോൾ ഇതുണ്ടാക്കുന്നതിനുള്ള സമയവും അവസാനിക്കും. അതിനുള്ളിൽ ഫുഡ് ഉണ്ടാക്കാൻ കഴിയാത്തവർ ഫെയിലാവും. ഉണ്ടാക്കിയ ഐറ്റംസ് ഡ്രീം ദേവത ടേസ്റ്റ് ചെയ്തിട്ടാണ് വിജയിയെ തീരുമാനിക്കുന്നത്. ഇങ്ങനെ റൂൾസൊക്കെ ഒരാൾ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഐറ്റംസ് പറഞ്ഞോളാനും പറയുന്നു. ആദ്യം ഷാവോയും ഡാലിയും കൂടി ഒരുമിച്ച് ഫ്ലവർ പേസ്റ്റ് ഉണ്ടാക്കാം എന്ന് വിളിച്ച് പറയുന്നുണ്ട്. രണ്ടുപേരും ഒരുമിച്ച് ഒരേ ഐറ്റം തന്നെയാണല്ലോ പറഞ്ഞത്. അതുകൊണ്ട് ആരത് ചൂസ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. സത്യത്തിൽ ഫ്ലവർ പേസ്റ്റ് ഉണ്ടാക്കുന്ന വിധം ഷാവോ ആയിരുന്നു മുമ്പ് ഡാലിക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്.
അതുകൊണ്ട് തന്നെ ഷാവോയ്ക്ക് ഇപ്പോൾ ചീറ്റ് ചെയ്യപ്പെട്ടതുപോലെയുള്ള ഒരു ഫീലിംഗ് ആണ്. പക്ഷേ ദാലി ഒരു മടിയുമില്ലാതെ താനാണ് അത് ആദ്യം പറഞ്ഞത്, അതുകൊണ്ട് ആ ഐറ്റം തനിക്ക് തന്നെ നൽകണമെന്ന് അസിസ്റ്റൻറ്റിനോട് പറയുന്നു. അസിസ്റ്റൻ്റ് അത് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ദാലിക്ക് അത് ചൂസ് ചെയ്യാൻ പറ്റുന്നു. അവൾ അതിനുവേണ്ട ഇൻഗ്രീഡിയൻസും എടുക്കുന്നുണ്ട്. പിന്നെ ഓരോരുത്തരായിട്ട് ഓരോ ഐറ്റംസ് ചൂസ് ചെയ്യാൻ തുടങ്ങുന്നു. ഷാവോ മാത്രം ദാലിയെ നോക്കി ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. ഇതിനിടയിൽ പെൺകുട്ടികളിൽ പലരും പരസ്പരം പാര വയ്ക്കാനും മറ്റും ശ്രമിക്കുന്നുണ്ട്. മറ്റൊരാൾ ചൂസ് ചെയ്യുന്ന സാധനത്തിന് വേണ്ട ഇൻഗ്രീഡിയൻസ് മനഃപൂർവ്വം നശിപ്പിക്കാനൊക്കെ ഒരാൾ ശ്രമിക്കുന്നു. രണ്ടാമതും അങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇത് നോട്ട് ചെയ്ത പിയാൻ അവളെ വഴക്ക് പറയുന്നുണ്ട്. അതേപോലെ ഇൻഗ്രീഡിയൻസിന് വേണ്ടിയും അവിടെ അടിപിടി നടക്കുന്നുണ്ട്. ഷാവോ ഇതെല്ലാം കണ്ട് വിഷമിച്ച് മാറി നിൽക്കുകയാണ്. ബാക്കി എല്ലാവരും ഫുഡ് ഐറ്റംസ് ചൂസ് ചെയ്ത് സാധനങ്ങളെല്ലാം എടുത്ത് മാറിക്കഴിഞ്ഞിട്ടും അവൾ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നതുകൊണ്ട് നീ ഇതുവരെ എന്താണ് ഉണ്ടാക്കുന്നതെന്ന് തീരുമാനിച്ചില്ലേ എന്ന് ആ നടത്തിപ്പുകാരി അവളുടെ അടുത്ത് എന്ന് ചോദിക്കുന്നു. ഷാവോയ്ക്ക് വേറൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. അപ്പോഴാണ് നൂഡിൽസ് ഉണ്ടാക്കാം എന്ന് പറയാൻ ആ ബ്രേസ്ലെറ്റ് അവളോട് പറഞ്ഞത്. ഹോങ്ങെ മുമ്പ് ആ നൂഡിൽസ് ഉണ്ടാക്കാൻ പഠിച്ചിരുന്നല്ലോ, അതുകൊണ്ട് അവനും അതറിയാം. അങ്ങനെ അവൻ്റെ ധൈര്യത്തിൽ ഷാവോ അത് ചൂസ് ചെയ്ത് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എടുക്കുന്നു. അവളുടെ ഭാഗ്യത്തിന് ആ ഐറ്റംസൊക്കെ അവിടെ അപ്പോൾ അവൈലബിൾ ആയിരുന്നു. അങ്ങനെ എല്ലാവരും ചൂസ് ചെയ്തതോടെ മത്സരം തുടങ്ങുന്നുണ്ട്. 2 ബാച്ചായിട്ടാണ് മത്സരം നടക്കുന്നത്. എല്ലാവർക്കും ഓരോ അടുപ്പ് വീതം നൽകിയിട്ടുണ്ട്. ആദ്യത്തെ ബാച്ചിൻ്റെ മത്സരം നടക്കുകയാണ്. ഷാവോ 2ാമത്തെ ബാച്ചിലാണ്, അതുകൊണ്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഒഫീഷ്യൽസിൻ്റെ മക്കളാണല്ലോ അവിടെ വന്നിട്ടുള്ളതിൽ കൂടുതലും. അവർക്കൊക്കെ അടുക്കള കണ്ടിട്ട് പോലും ഇല്ലാത്ത അവസ്ഥയാണ്. പിന്നെ ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കാൻ അറിയാനാണ്. അതുകൊണ്ട് അവിടെ പല കോമഡിയും നടക്കുന്നുണ്ട്. ഒരാളുടെ കയ്യിൽ നിന്ന് വെട്ടാനെടുത്ത മീൻ ചാടി വെളിയിൽ പോയിട്ട് അത് വേറൊരാളുടെ കാൽച്ചുവട്ടിൽ ചെന്ന് വീഴുന്നു. അതിൽ ചവിട്ടി അയാൾ തന്നെ വീഴാൻ തുടങ്ങുന്നുണ്ട്. അങ്ങനെ അയാളുടെ കയ്യിലിരുന്ന വലിയൊരു കത്തി തെറിച്ച് പോകുന്നു. ആ തെറിച്ചു പോയ കത്തി അവിടെ നിൽപ്പുണ്ടായിരുന്ന അസിസ്റ്റൻറ്റിൻ്റെ ദേഹത്ത് വന്ന് കൊള്ളേണ്ടതായിരുന്നു. അവർ ഒഴിഞ്ഞു മാറിയതുകൊണ്ട് രക്ഷപ്പെട്ട്. അതേപോലെ തന്നെ ചിക്കൻ കറി വെക്കാനെടുത്ത കോഴി പറന്നു പോയിട്ട് എന്തൊക്കെയോ തട്ടിത്തെറിപ്പിച്ച് അടുപ്പിലേക്ക് വീഴിക്കുന്നു. അങ്ങനെ അവിടെ ഒരു പൊട്ടിത്തെറിയും നടക്കുന്നുണ്ട്. അസിസ്റ്റൻറ്റിൻ്റെ കോലം ആ സമയത്തൊന്ന് കാണാനുണ്ട്. എല്ലാം കൂടി അവർക്കാകെ വട്ടാകുന്നു. എല്ലാത്തിനോടും അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ അവർ പറയുന്നുണ്ട്. അങ്ങനെ അടുത്ത ബാച്ചിൻ്റെ ടെസ്റ്റ് തുടങ്ങുന്നു. ആ ബാച്ചിലാണല്ലോ ഷാവോ. അവൾക്ക് കിട്ടിയ സ്റ്റൗവിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ദാലിയും. അവൾ ചെല്ലുമ്പോൾ ദാലി താനുണ്ടാക്കിയ പേസ്ട്രിയുമായിട്ട് പോകാൻ തുടങ്ങുകയാണ്. അത് കണ്ടപ്പോൾ ഷാവോ അത് വാങ്ങിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ ലീഫ് എടുത്ത് അതിൽ വെച്ച് ആ പേസ്ട്രി ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നു. ഇത് ഇപ്പോൾ കാണുമ്പോൾ നല്ല ഭംഗിയുള്ള രീതിയിലാണ് ഷാവോ അത് സെറ്റ് ചെയ്തത്. ഷാവോ ഇങ്ങനെ പാത്രം പിടിച്ച് വാങ്ങിയപ്പോൾ ദാലി കരുതിയത് അവളത് നശിപ്പിക്കാൻ പോവുകയാണെന്നാണ്. എൻ്റെ പേസ്ട്രി എങ്ങാനും നശിപ്പിച്ചാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവൾ പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഷാവോ ഇതിങ്ങനെ ചെയ്തു കൊടുത്തപ്പോൾ ദാലിക്ക് പെട്ടെന്നൊന്നും പറയാൻ പറ്റാതെ ആവുന്നു. എന്തായാലും ഞാൻ ജയിക്കും, ഞാനിവിടെ നിൽക്കും എന്ന് മാത്രം പറഞ്ഞിട്ട് അവൾ പോകാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് നശിച്ചാലും നിനക്കതൊരു പ്രശ്നമല്ലേ എന്ന് ഷാവോ ചോദിക്കുന്നുണ്ട്. അതിന് ദാലി പറഞ്ഞ മറുപടി ഷാവോയ്ക്ക് ഇതുവരെ കിട്ടിയതിനേക്കാൾ കൂടുതൽ വേദന നൽകുന്നുണ്ട്. നമ്മൾ ഫ്രണ്ട്സാണ് എന്ന് നീ പറയുന്നുണ്ടെങ്കിലും നീ ഒരിക്കലും അങ്ങനെയല്ല ഞങ്ങളെ കണ്ടിട്ടുള്ളത്. നീ ഡീമൺ വാലിയിൽ എത്തി കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന മൈനർ ഡീമൺസിനെ എല്ലാം നിൻ്റെ കൺട്രോളിലാക്കി. ഡീമൺ കിങ് പോലും നിൻ്റെ മുന്നിൽ മനസ്സ് തുറന്നു. പക്ഷേ എൻ്റെ കാര്യമോ, എനിക്കിതുവരെ ആരും ഒരു പ്രാധാന്യവും നൽകിയിട്ടില്ല. നീ ഞങ്ങളെ ഫ്രണ്ട്സ് എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും നിന്റെ ജോലിക്കാരെ പോലെയാണ് ഞങ്ങളോട് പെരുമാറിയിട്ടുള്ളത്. എല്ലാവർക്കും നിന്നോട് മാത്രം എന്താണ് ഇത്ര ഇഷ്ടം എന്നൊക്കെ ദാലി അവളോട് ചോദിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ദാലിക്ക് ഷാവോയോട് അടക്കാൻ കഴിയാത്തത്ര അസൂയാണ്. അത് പുറത്ത് കാണിക്കുന്നത് ഇപ്പോഴാണെന്ന് മാത്രം. ഇനി മുതൽ നമ്മൾ ഫ്രണ്ട്സ് അല്ല, നീ ഈ ചെയ്ത ഡിസൈൻ ദേവതയ്ക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് ആ ലീഫും എടുത്ത് കളഞ്ഞിട്ടാണ് ദാലി അവിടെ നിന്ന് പോയത്. ഷാവോ ശരിക്കും കരഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കരഞ്ഞുകൊണ്ട് നിൽക്കാൻ സമയമില്ല. ഇങ്ങനെ നിന്നാൽ നമ്മൾ ടെസ്റ്റിൽ തോറ്റുപോകും എന്ന് അവളുടെ കയ്യിൽ കിടന്ന ആ ലീഫ് ഓർമ്മിപ്പിച്ചപ്പോഴാണ് അവൾക്ക് പരിസരബോധം ഉണ്ടാകുന്നത്. ലീഫ് എങ്ങനെയാണ് ആ നൂഡിൽസ് ഉണ്ടാക്കേണ്ടതെന്ന് അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. ശരിക്കും ഹോങ്ങി അവിടെ വന്നിരുന്ന് പറയുന്നത് പോലെയാണ് അവൾക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ അത് പറഞ്ഞു കൊടുത്തതുപോലെയൊക്കെ അവൾ അത് ഉണ്ടാക്കുന്നുണ്ട്. എങ്ങനെയാണ് ഓരോന്നും ചെയ്യേണ്ടതെന്ന് അവൻ വ്യക്തമായിട്ട് അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഷാവോ മുമ്പ് ഇത് ചെയ്തിട്ടില്ലാത്തതിനാൽ അവൾക്ക് പല പല സംശയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഓരോന്ന് ചോദിച്ച് അവൻ അത് പറയുന്നത് കേട്ടാണ് അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവളിങ്ങനെ ആരോടോ സംസാരിക്കുന്നുണ്ട് എന്ന് അസിസ്റ്റൻറ്റ് പുറകിൽ വന്നെന്ന് കേൾക്കുന്നുണ്ട്. ആരോടാണ് അവൾ സംസാരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഷാവോ തനിയെ വർത്താനം പറയുന്ന പോലെ കാണിക്കുന്നുണ്ടെങ്കിലും അവളുടെ സംശയം മാറുന്നില്ല. അവർ അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് പോയിട്ട് ഷാവോ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സാധനത്തിലേക്ക് ഓയിൽ ആഡ് ചെയ്തപ്പോൾ അതിലേക്ക് മാജിക് കൊണ്ട് കുറച്ച് ഫയർ കൂടി ആഡ് ചെയ്യുന്നു. അങ്ങനെ അതിലുണ്ടായിരുന്ന സാധനമെല്ലാം കരഞ്ഞു പോകുന്നുണ്ട്. ഇനി വേറെ ഇൻഗ്രീഡിയൻസ് ഇട്ടില്ല താനും. ഷാവോ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ കൺഫ്യൂഷൻ ആവുന്നു. ഹോങ്ങിയെ നേരിട്ട് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ സിറ്റുവേഷനിൽ നിന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് അവനും പറയുന്നുണ്ട്. പെട്ടെന്ന് ഷാവോയ്ക്ക് എന്തോ ഐഡിയ കിട്ടുന്നു. ഇന്ന് ഞാൻ അവർക്കൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അവൾ എന്തോ ഉണ്ടാക്കുന്നുണ്ട്. സമയം കഴിഞ്ഞപ്പോൾ എല്ലാവരോടും മതിയാക്കാൻ അസിസ്റ്റൻ്റ് അറിയിക്കുന്നുണ്ട്. ഷാവോ ഉണ്ടാക്കിയത് നൂഡിൽസ് ആയിരുന്നു. അവൾ അതുമായിട്ട് അസിസ്റ്റൻറ്റിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഈ നൂഡിൽസ് കണ്ടപ്പോൾ ആ അസിസ്റ്റൻറ്റിന് ശരിക്കും പുച്ഛമാണ്. ഇത്ര സിമ്പിളായിട്ടുള്ള ഒരു ഡിഷ് ഉണ്ടാക്കുന്നതിനാണോ നീ ഇത്ര സമയം മെനക്കെട്ടതെന്ന് ചോദിച്ച് അവർ അവളെ കളിയാക്കുന്നുണ്ട്. ഐറ്റം സിമ്പിളാണെങ്കിലും ടേസ്റ്റ് വളരെ നല്ലതാണെന്ന് പറഞ്ഞ് ഷാവോ അതിന് പോയിട്ട് കുറേ സംസാരിക്കുന്നുണ്ട്. എന്തായാലും അവളുടെ നാക്കിൻ്റെ ബലം കൊണ്ട് അവൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നൊക്കെ ഇതിൻ്റെ റിസൾട്ട് വരുമ്പോൾ അറിയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ആ സാധനം വാങ്ങിക്കൊണ്ട് പോയത്.
കുറച്ച് പേർക്കൊക്കെ സമയപരിധിക്കുള്ളിൽ ഉണ്ടാക്കാൻ കഴിയുന്നില്ല. അങ്ങനെ കുറേ പേരൊക്കെ ഫെയിൽ ആവുന്നുണ്ട്. ബാക്കിയുള്ളവർ റിസൾട്ട് അറിയാനായി വെയിറ്റ് ചെയ്യുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും റിസൾട്ട് വരുന്നു. ജയിച്ചവരുടെ പേരുകളാണ് അനൗൺസ് ചെയ്തത്. ആദ്യം തന്നെ ദാലിയെ വിളിക്കുന്നുണ്ട്. അങ്ങനെ ദാലിക്ക് ശരിക്കും സന്തോഷമാവുന്നു. പിന്നെ വേറെ കുറേ പേരുകളൊക്കെ വിളിച്ച ശേഷം അവസാനം ഷാവോയും കൂടി അതിൽ ഉൾപ്പെടുന്നുണ്ട്. അങ്ങനെ അവളും അടുത്ത ലെവലിലേക്ക് ജയിച്ചിരിക്കുന്നു. ജയിച്ചവരോടെല്ലാം തൻ്റെ പിന്നാലെ വരാൻ പിയാൻ ആവശ്യപ്പെടുന്നു. ഈ ഷാവോ ജയിക്കുമെന്ന് അസിസ്റ്റൻ്റ് ഒട്ടും വിചാരിച്ചിരുന്നാൽ അവർക്കിത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ വിജയിച്ചവരെല്ലാം കൂടി പിയാൻ്റെ കൂടെ പോകുന്നുണ്ട്. ബാക്കിയുണ്ടായിരുന്നവർ തങ്ങളുടെ ജീവൻ രക്ഷിക്കണമെന്ന് അവിടെ നിൽപ്പുണ്ടായിരുന്ന അസിസ്റ്റൻറ്റിനോട് അപേക്ഷിക്കുന്നുണ്ട്. പക്ഷേ തോറ്റവരെ അവിടെ നിലനിർത്തില്ല. ഇനി അവരുടെ വിധി അവിടെ നേരത്തെ അവർ കണ്ട ആ പൂക്കൾ പോലെയായി മാറാനാണ് എന്ന് അസിസ്റ്റൻ്റ് അറിയിക്കുന്നു. ടെസ്റ്റിൽ ജയിച്ചവരെയെല്ലാം പിയാൻ ഡ്രീം ദേവതയുടെ അടുത്തേക്കായിരുന്നു കൊണ്ടുപോയത്. തനിക്ക് കൊണ്ടുവന്ന് നൽകിയ ഡിഷസിൽ നൂഡിൽസ് ഉണ്ടാക്കിയത് ആരാണെന്ന് ദേവത ആദ്യം തന്നെ ചോദിക്കുന്നു. അങ്ങനെ ഷാവോ മുന്നോട്ട് ചെല്ലുന്നുണ്ട്. എങ്ങനെയാണ് അവളത് ഉണ്ടാക്കാൻ പഠിച്ചതെന്ന് ദേവത ചോദിക്കുന്നു. 10 വർഷങ്ങൾക്ക് മുമ്പ് ഒരു തവണ അച്ഛന് സുഖമില്ലാതെ വന്നു. ആ സമയത്ത് എനിക്ക് തനിയെ കുക്ക് ചെയ്യേണ്ടി വന്നു. അന്നാണ് ഞാൻ ആദ്യമായിട്ട് നൂഡിൽസ് ഉണ്ടാക്കുന്നത്. അച്ഛൻ പറഞ്ഞ അനുസരിച്ച് കുറച്ച് സ്പ്രിംഗ് ഒനിയൻ കൂടി അതിൽ കട്ട് ചെയ്തിട്ടിരുന്നു. അന്നത് കഴിച്ച ശേഷം അച്ഛൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടുള്ള ഏറ്റവും നല്ല നൂഡിൽസാണ് അതെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. അന്ന് കാണിച്ച അതേ ആത്മാർത്ഥതയോടെയാണ് ഇന്നും ഞാൻ ഈ നൂഡിൽസ് ഉണ്ടാക്കിയത്. ഷാവോ പറയുന്നു, നീ നല്ലൊരു നൂഡിൽസ് ഉണ്ടാക്കിയെന്ന് മാത്രമല്ല അതിന് പിന്നിലെ നല്ലൊരു സ്റ്റോറിയും പറഞ്ഞു തന്നു. വെറുതെ അല്ല ഹോങ്ങിയെ ഇത്ര കാര്യമായിട്ട് നിന്നെ ഇഷ്ടപ്പെടുന്നതെന്ന് ഡ്രീം ദേവത അപ്പോൾ പറയുന്നുണ്ട്. അതിനുശേഷം ഫ്ലവർ പേസ്ട്രി ആരാണ് ഉണ്ടാക്കിയെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ദാലി മുന്നോട്ടേക്ക് വരുന്നു. ദേവത അവളെയും പുകഴ്ത്തുന്നുണ്ട്. എല്ലാവരെയും അഭിനന്ദിക്കുന്നു. അതിനുശേഷം അവർ ഇവിടെ സ്റ്റേ ചെയ്യണമെങ്കിൽ അടുത്ത ലെവൽ കൂടി പാസ്സാവണമെന്ന് അറിയിക്കുന്നു. പിയാൻ എല്ലാവരെയും തിരികെ കൊണ്ടുപോകുന്നുണ്ട്.